ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ആന്റണി വർഗീസിനെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനെ അജിത് മാമ്പിളി അണിയിച്ചൊരുക്കിയ ഏറ്റവും പുതിയ മലയാള ചിത്രമായ കൊണ്ടൻ എന്ന് പറയുന്ന സിനിമ ഓണം സ്പെഷ്യലായിട്ട് തിയേറ്ററിലെത്തിയെങ്കിലും ഇപ്പോൾ ചിത്രം ആറാം ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് വരുമ്പോൾ ചിത്രം ബോക്സ് ഓഫീസിൽ അടിപതറി എന്നുള്ളൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ കൊണ്ടൻ എന്ന് പറയുന്ന ആന്റണി വർഗീസ് ചിത്രത്തിന്റെ 6ാം ദിവസമായി ഇന്നലത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടും അതോടൊപ്പം 6 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടും നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ആന്റണി വർഗീസ്, ഷബീർ കല്ലറയ്ക്കൽ, രാജ്ബി ഷെട്ടി, ഗൗതമി നായർ തുടങ്ങിയവരൊക്കെ കേന്ദ്ര കഥാപാത്രമാക്കി ബീക്കൺ ബ്ലോക്ക്ബസ്റ്റേഴ്സിന്റെ ബാനറിൽ സോഫിയ പോൾ നിർമ്മിച്ച് അജിത് മാമ്പിളി ഡയറക്ട് ചെയ്ത ചിത്രമായിരുന്നു കൊണ്ടൻ എന്ന് പറയുന്ന സിനിമ. ഓണക്കാലത്ത് വളരെയധികം പ്രതീക്ഷകളോടെ തിയേറ്ററിലോട്ടെത്തിയ ചിത്രം. എന്നാൽ ചിത്രത്തിന് 6ാം ദിവസത്തിലോട്ട് എടുക്കുമ്പോൾ കളക്ഷനിൽ വലിയ രീതിയിലുള്ള ഒരു ഇടിവ് സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. ചിത്രത്തിന്റെ 6ാം ദിവസമായി ഇന്നത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഏകദേശം 15 ലക്ഷത്തിന് താഴെയുള്ള ഒരു കളക്ഷൻ മാത്രമാണ് ചിത്രത്തിന് ഇന്നലെ സ്വന്തമാക്കാൻ സാധിച്ചതെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രം 6 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് ഏകദേശം 5 കോടിക്ക് അടുത്തുള്ള ഒരു തുക കളക്ട് ചെയ്ത് അറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ചിത്രം വലിയൊരു ദുരന്തമായിട്ട് മാറുന്നു എന്നതിനെയാണ് വരുന്നത് ഈ ദിവസങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടുകൾ നമുക്ക് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രത്തിന് ഇനി 2ാം വാരത്തോട്ട് കിടക്കുമ്പോൾ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകുമോ എന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ പെപ്പെ കേന്ദ്ര കഥാപാത്രമായിട്ടെത്തിയ കൊണ്ടൻ എന്ന് പറയുന്ന സിനിമ നിങ്ങളും തിയേറ്ററിനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.